നിങ്ങൾക്ക് ഒറിജിനൽ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങൾ കുറച്ച് തവണ വിചാരണ നടത്തി നോക്കൂ. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇത് തന്നെയാണ്. നിങ്ങൾ എന്താണ് ആഖിറത്തിലേക്ക് ഒരുക്കു കൂട്ടിയത് എന്ന് ചിന്തിച്ചു നോക്കും. അപ്പോൾ അയാൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു ആത്മീയമായ ഓഫറിന്റെ ആത്മീയ പേരാണ് യഖ്ലത്ത് എന്നുള്ളത്. യഖ്ലത്ത് എന്ന് പറഞ്ഞാൽ അയാൾ ലൈവിലുണ്ടാവും, എപ്പോഴും കൽബിൽ. മരിക്കുമല്ലോ, ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ടതല്ലേ എന്ന പേടി ഇങ്ങനെ വരും. നമ്മുടെ പരലോകത്തെ കുറിച്ച് തന്നെ നമുക്ക് ഭയങ്കര ബേജാറായിരിക്കും. സ്വന്തത്തെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കും. അതാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഖബർ സ്വന്തമായിട്ട് കുഴിക്കുന്നു, ഇടക്കിടെ അതിൽ പോയി ഇരിക്കുന്നു, മരണം ഓർമ്മിക്കുന്നു. ഇതേപോലെ ഒറ്റക്ക് കിടക്കേണ്ടതല്ലേ എന്ന് വിചാരിക്കും. സ്വന്തം ശരീരത്തെ ശരിപ്പെടുത്തുകയാണ്, ഷെയ്പ്പ് ചെയ്യുകയാണ്, ചെത്തി മിനുക്കുകയാണ്, രാഗി എടുക്കുകയാണ്, ഖബറിൽ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇബാദത്ത്. ഇതേപോലെ ആരാരും ഇല്ലാത്ത ഖബറിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതല്ലേ കിടക്കേണ്ടതല്ലേ എന്ന് ശരീരത്തിന് ബോധ്യപ്പെടുത്തും. ഇത് മുഹാസബത്തിന്റെ ഒരു രീതിയാണ്. സ്വന്തം ശരീരത്തെ വിചാരണ നടത്തുക.